ഹലോ, ഇന്ന് നമ്മൾ അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവിയലിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കണം. അത് ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, ബീൻസ്, കൊത്തമര, അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കായ, പയർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഒരു സ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക. എന്താ വെച്ചാൽ നമ്മൾ മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ. പച്ചമുളക് ഇടുന്നത് കൊണ്ട് തന്നെ അധികം മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ തേങ്ങ ചിരവി വെച്ചതെടുത്ത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കുറച്ച് 2-3-4 പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കുക, ക്രഷ് ചെയ്തെടുത്താൽ മതി, നല്ലോണം അരയണ്ട. അപ്പോഴേക്ക് കഷ്ണമൊക്കെ വേവാൻ വേണ്ടി വെച്ചത് ഒന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണമൊക്കെ വെന്തോന്ന് നോക്കണം കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തൈര് പാക്കറ്റിൽ വാങ്ങുന്ന തൈരാണ് എടുക്കുക. നമ്മൾ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മതി, പുളി ഇല്ലാത്തതാണെങ്കിൽ അനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇട്ടു. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടോ തോന്നിയപ്പോൾ ഒന്നും കൂടി വറ്റിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ വെച്ചു. അപ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മൾ ഒതുക്കി ചതച്ച് വെച്ച പച്ചമുളകും തേങ്ങയും കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഉപ്പ് കുറവാണോ നോക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് അപ്പോൾ റെഡിയാവും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ അവിയൽ റെഡിയായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു. അവിയൽ റെഡി ആയിട്ടുണ്ട്. നാളെ വേറൊരു വിഭവമായിട്ട് വരാം. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വിഭവമായിട്ട് കാണുന്നവരെ ബായ്.